നമ്മളെ വീട്ടിലൊക്കെ നിലവിളക്ക് കത്തിക്കാതെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിൽ ക്ലാവ് പിടിച്ച് ഇരിക്കും. ആ ക്ലാവ് നമുക്ക് സോപ്പോ വേറെ ലിക്വിഡുകളോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് നല്ലവണ്ണം അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. മാവിലുണ്ട് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നിങ്ങളൊന്ന് കണ്ടോളണേ. ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കില്ല, വെറും മാവില മാത്രമാണ് ഉപയോഗിക്കുന്നത്. മാവില എടുത്ത് നമുക്ക് വിളക്ക് തേച്ച് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. തുടക്കത്തിൽ അല്പം കാണിക്കാൻ വിട്ടുപോയി, ക്യാമറ ഓൺ അല്ലായിരുന്നേ. ഫസ്റ്റിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കഴുകാനേ, ഇത് തേക്കാനേ. ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല. മാവിൻ്റെ ഇല മാത്രമാണ്, പച്ച ഇലയാണ് പറിച്ചത്. പഴുത്ത ഇലയിട്ടും തേക്കാം. ഇത് കണ്ടോ, നല്ലവണ്ണം നമ്മൾ തേക്കുമ്പം തന്നെ നമുക്കറിയാം നല്ലവണ്ണം അത് വെളുത്ത് നല്ല കളറായി വരുന്നുണ്ടേ. പെട്ടെന്ന് നമുക്ക് സമയം കിട്ടുന്നില്ല, വിളക്ക് തേച്ചെടുക്കാൻ സമയമില്ല എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മാവില കുറച്ചിങ്ങനെ നിങ്ങൾ തേച്ച് നോക്കണേ. നല്ലവണ്ണം വൃത്തിയാവണുണ്ട്. നമ്മൾ 2-3 ദിവസമൊക്കെ തേക്കാതിരിക്കുമ്പോൾ ഇതിൽ ക്ലാവ് പിടിച്ചിരിക്കുക വിളക്ക്. അത് നമുക്ക് ചിലപ്പോൾ തേക്കാൻ സമയം കിട്ടാതെയൊക്കെ ആകുമ്പോൾ നമ്മളത് പിന്നെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ക്ലാവ് പിടിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ഥിരം കത്തിക്കുന്ന വിളക്കിലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് വന്നു. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാനിത് പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഇതിൽ മാവിലയിട്ട് ഒന്ന് കഴുകി നോക്കുക, അപ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ. ഉറപ്പായിട്ടും നല്ലവണ്ണം വൃത്തിയായി. കണ്ടോ, എൻ്റെ വിളക്കിൻ്റെ നിറം കണ്ടോ, ഇതാണ്. സൂപ്പറല്ലേ, സൂപ്പറായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് അത്യാവശ്യത്തിന് സമയമില്ലാത്ത നേരത്ത് പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേ. നല്ലവണ്ണം വൃത്തിയാവണുണ്ടേ. പിന്നെ അതിൻ്റെ എണ്ണമയം മാറണമെങ്കിൽ ഇച്ചിരി സോപ്പ് വെള്ളം കൊണ്ട് കഴുകുക.